നമസ്കാരം. ഒരിക്കൽ ഡൽഹി നിയമസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിജേന്ദർ ഗുപ്ത ഇന്ന് അതേ സഭയുടെ സ്പീക്കർ. ഇത് കാലം കാത്തുവെച്ച കാവ്യനീതി. 10 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണകാലത്ത് മുതിർന്ന BJP നേതാവ് വിജേന്ദർ ഗുപ്തയെ ഡൽഹി നിയമസഭയിൽ നിന്ന് വലിച്ച് ഇഴച്ച് പുറത്താക്കിയ നാടകീയ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. മാധ്യമങ്ങളും എതിർ പാർട്ടിക്കാരും അത് കണ്ട് ആർത്ത് ഉല്ലസിച്ച് രസിച്ചു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞ് 27 വർഷത്തിന് ശേഷം BJP വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ ഇറക്കിവിട്ട അതേ സഭയിൽ സ്പീക്കറായി എത്തിയിരിക്കുകയാണ് അദ്ദേഹം. മുൻ സ്പീക്കർ റാം നിവാസ് ഗോയലും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ നിയമസഭയുടെ ഭാഗമല്ല എന്നതും ശ്രദ്ധേയമാണ്. 2015-ലും 2020-ലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച കെജ്രിവാൾ തരംഗത്തിനിടയിലും തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ 3 നേതാക്കളിൽ ഒരാളായിരുന്നു വിജേന്ദർ ഗുപ്ത. ഒരിക്കൽ അദ്ദേഹത്തെ വലിച്ചിഴച്ചെടുത്ത് ഇപ്പോൾ അദ്ദേഹം സഭയെ നിയന്ത്രിക്കുന്നു. ബനിയ സമുദായക്കാരനായ വിജേന്ദർ ഗുപ്ത തുടർച്ചയായി 3-ാം തവണയും രോഹിണി നിയമസഭാ സീറ്റിൽ നിന്ന് വിജയിച്ചു. ആം ആദ്മി പാർട്ടിയുടെ പ്രദീപ് മിത്തലിനെ 37,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം ഡൽഹി BJP യൂണിറ്റിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1963 ഓഗസ്റ്റ് 14-ന് ജനിച്ച വിജേന്ദർ ഗുപ്ത ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ നിന്ന് ബിരുദം നേടി. 1980-ൽ ജനതാ വിദ്യാർത്ഥി മോർച്ചയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. പിന്നീട് 1995-ൽ BJPയുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായി. 1997 ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൗൺസിലറായപ്പോഴാണ് ഗുപ്ത ആദ്യമായി തിരഞ്ഞെടുപ്പ് വിജയം രുചിച്ചത്. എന്നിരുന്നാലും ആദ്യ ലോക്സഭാ മത്സരത്തിൽ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു. 2009-ൽ ചാന്ദ്നി ചൗക്കിൽ നിന്ന് കോൺഗ്രസിന്റെ കപിൽ സിബലിനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 4 വർഷത്തിന് ശേഷം 2013-ലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനോട് അദ്ദേഹം പരാജയപ്പെട്ടു. എന്നിരുന്നാലും വ്യാപാരി സമൂഹത്തിൽ സ്വാധീനമുള്ള ഗുപ്ത 2015-ൽ രോഹിണി സീറ്റ് നേടി തിരിച്ചു വന്നു. ആ വർഷം BJPയുടെ വിജയിച്ച 3 സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2020-ലും 2025-ലും അദ്ദേഹം സീറ്റ് നിലനിർത്തി. ഇപ്പോൾ നിയമസഭാ സ്പീക്കറായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മറ്റൊരു യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് വിജേന്ദർ ഗുപ്ത. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.